നമ്മൾ ധരിക്കുന്ന രത്നങ്ങൾക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കഥകളുണ്ടാവും. ഈ കഥകൾ നമ്മോട് വിശദീകരിക്കുകയാണ് പ്രശസ്ത പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ്. കാണാം ജെംസ് വേൾഡ്. ജെംസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ്. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡയമണ്ടിനെ കുറിച്ചാണ്. ഈ നവരത്നങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഡയമണ്ടിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഏറ്റവും ഒരു പ്രധാന സ്ഥാനം ഉണ്ടല്ലോ. ഏറ്റവും ശ്രേഷ്ഠ രത്നമായിട്ട് നമ്മുടെ ആചാര്യന്മാർ കരുതിയിരിക്കുന്ന രത്നങ്ങളിൽ ഒരു രത്നമാണ് വജ്രം അഥവാ ഡയമണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നവരത്ന മോതിരങ്ങളിൽ ഏറ്റവും മേളിൽ 3 സ്റ്റോണിൽ ഏറ്റവും സെൻട്രലായിട്ട് വരുന്നത് ഡയമണ്ടാണ്. നവരത്നങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രത്നമായിട്ടുള്ള ഡയമണ്ട് നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ അത് നവരത്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡയമണ്ട് വളരെ ഇമ്പോർട്ടൻ്റ്. നവരത്നം മുതൽ ഏറ്റവും ഹാർഡ്നെസ് ഉള്ള കല്ലും ഡയമണ്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ നവരത്ന മോതിരം ധരിക്കുമ്പോഴും നമുക്ക് ഡയമണ്ട് മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അത് ധരിക്കാനെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഡയമണ്ട് മാച്ചിങ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കാറില്ല. കാരണം അത് പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആവും. രത്നങ്ങൾ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയമണ്ട് ഏറ്റവും ഹാർഡ്നെസ് ഉള്ളത്. ബാക്കി എല്ലാ കല്ലുകളും അതിനേക്കാളൊക്കെ താഴെ നിൽക്കുന്ന ഹാർഡ്നെസ്സേ വരുന്നുള്ളൂ. നവരത്നങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ ആണ്. ഇത് എല്ലാവർക്കും ധരിക്കാവോ? ഏതാ ഡയമണ്ടോ? ഡയമണ്ട് കൃത്യമായിട്ട് ബർത്ത് ചാർട്ട് നോക്കി ആ വ്യക്തിയുടെ ബർത്ത് ചാർട്ടിൽ വീനസിൻ്റെ പൊസിഷൻ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഡയമണ്ട് ധരിക്കാവുള്ളൂ. ഇപ്പോൾ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ഒരു സപ്പോർട്ടിങ് പ്ലാനറ്റ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ആ പ്രായം അനുസരിച്ചിട്ട് നമുക്ക് ധരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ കുട്ടികൾക്ക് അത് മാച്ചിങ് ആണെങ്കിലും അവർക്ക് ഒരു വിവാഹപ്രായം എത്തുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി? ഡയമണ്ട് ശുക്രനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ശുക്രൻ ഡെബിലിറ്റേഷനോ അതുപോലെ എന്തെങ്കിലും നീചാവസ്ഥകളൊക്കെ ഉള്ളവർ ഒരു കാരണവശാലും ഡയമണ്ട് ധരിക്കരുത്. അത് അവർക്ക് ഒരു ഡിഫക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഡയമണ്ട് നമ്മുടെ പാർട്ട്ണർ സൈഡാണ്. മനസ്സിലായി? മാരേജ് പാർട്ട്ണറെ ആയിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വേണം രത്നങ്ങൾ ഓരോ ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഭംഗി കണ്ടിട്ടോ അല്ല വേറൊരാൾ ധരിച്ചെന്ന് വിചാരിച്ചിട്ടോ ഒന്നും പോയി കല്ല് മേടിച്ച് ഇടരുത്. സാർ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ലവ്, റൊമാൻസ്, അങ്ങനെ കുറെ റെപ്രസെന്റേഷൻ ഉണ്ട് ഡയമണ്ട്. അതല്ലാതെ വേറെ എന്തൊക്കെയാണ്? സാഹിത്യം, തിയേറ്റർ, ഡാൻസ്, വീണ, മ്യൂസിക്, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഈ കാറ്റഗറിയിൽ പെടുന്ന ആണ്. എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒരാളുടെ ബർത്ത് നോക്കിയാൽ അയാൾക്ക് കലാകാരനാണോ കലാകാരിയാണോ എന്ന് നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. കാരണം വീനസിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ വീനസ് വളരെ മോശമായിട്ട് നിൽക്കുന്ന അയാളൊരു ഹ്യൂമർ സെൻസും കാണത്തില്ല ആൾക്ക്. നമ്മൾ തമാശ പറഞ്ഞാൽ നമ്മൾ തന്നെ വേർത്ത് പോകും. കാരണം പുള്ളി മനസ്സിലാകത്തില്ല. കാരണം വീനസ് എപ്പോഴും ചിരിയും സന്തോഷവും തമാശയും ഫലിതങ്ങളുടെയൊക്കെ ആളാണ്. അപ്പോൾ ഈ നമ്മൾ ഫിലിം സ്റ്റാർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡാൻസും പാട്ടും ഒട്ടുമുക്കാൽ ഫിലിം സ്റ്റാർസും അവർ പാടുകയും ഒക്കെ ചെയ്യും, അല്ലേ? ഡാൻസ് കളിക്കും ലേഡീസ് ആണെങ്കിൽ. ഇതിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രഹമെന്ന് വേണേൽ പറയാം വീനസ്, ശുക്രൻ. അതിൻ്റെ കല്ലാണ് ഡയമണ്ട്. അപ്പോൾ അത് ഏറ്റവും കെയർഫുള്ളായിട്ട് തന്നെ വേണം സൂക്ഷിക്കാനായിട്ട്. അമിതമായ ക്യാരറ്റ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഡയമണ്ട് ചേരും എന്നാൽ ഞാനൊരു 50 ക്യാരറ്റ് മേടിച്ചിട്ടേക്കാന്ന് വിചാരിച്ചാലും അത് ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ അത് നമുക്ക് ആക്ഷൻ ഉണ്ടാവും. നമുക്ക് ആ ഒരു വ്യക്തിയുടെ ബർത്ത് ചാർട്ടിൽ ആ ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ക്യാരറ്റേജ് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മേടിച്ച് ധരിക്കാൻ പാടില്ലാത്ത 1-2 രത്നങ്ങളുണ്ട്. അതിലൊന്ന് ഡയമണ്ടാണ്. ഇപ്പോൾ ചെറിയൊരു നോസ്പിൻ പോലും നമുക്ക് മാച്ചിങ് അല്ലെങ്കിൽ അത് നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കും. എൻ്റെ ഒരു 28-30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറയുന്നത്. ഡയമണ്ട്സിന് ഇത്രയൊക്കെ ഡയമെൻഷൻസ് ഉണ്ട്. ഉണ്ട്. താങ്ക് യു സർ.